സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി യുവാവ് വിനീത് എന്നയാളാണ് വിദേശ മദ്യ ഷോപ്പിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. എലിവിഷം കഴിച്ചതിനു ശേഷം കെട്ടിടത്തിന് മുകളിൽ കയറുകയായിരുന്നു. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി യുവാവിനെ താഴെയിറക്കി. കൂടുതൽ വിവരങ്ങളുമായി MS വീണ ചേർന്നുണ്ട്. വീണ, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, അല്പസമയങ്ങൾക്ക് മുമ്പാണ് എനിക്ക് പിന്നിലായി കാണുന്ന ഈ കഫേ വൈബ് എന്ന സ്ഥാപനത്തിന് മുകളിൽ കയറി തിരുവനന്തപുരം സ്വദേശിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ യുവാവിനെ സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ ഒന്നും ലഭിച്ചില്ല. വിനീത് എന്ന യുവാവാണ് ഇതിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. എലിവിഷം കഴിച്ചതിന് ശേഷമാണ് ഇതിന് മുകളിൽ കയറിയതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താഴേക്ക് ചാടി ജീവൻ വെടിയുമെന്നാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. തുടർന്ന് പ്രദേശവാസികളും ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും ഒക്കെ കണ്ടാണ് വിവരമറിയിച്ചത്. ഫയർഫോഴ്സിനെ വിവരമറിയിച്ചൊപ്പം തന്നെ പോലീസിനെ വിവരമറിയിച്ചു. അവർ ഇവിടെ എത്തി വിനീതിനെ അനുനയിപ്പിച്ചാണ് താഴെ ഇറക്കിയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും ഇതുപോലെ തന്നെ സെക്രട്ടറിയേറ്റിന് സമീപത്തെ മരത്തിന് മുകളിൽ കയറി ഒരു യുവാവ് സമാനമായ സാഹചര്യത്തിൽ തന്നെ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ സംഭവമാണ്. ഒരാഴ്ചക്കിടെ ഭരണസിരാ കേന്ദ്രത്തിന് സമീപത്തായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ആത്മഹത്യാ പ്രവണത അല്ലെങ്കിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ട് പരിഭ്രാന്തി സൃഷ്ടിക്കുന്നത് എന്നുള്ളത്. അന്ന് പകൽ സമയത്താണ് ഇത്തരത്തിലുള്ള ആത്മഹത്യാ ഭീഷണി മുഴക്കിയതെങ്കിൽ ഇന്നിപ്പോൾ രാത്രിയാണ് എന്നുള്ളതാണ്. ആ സംഭവം കണ്ട കുറച്ചുപേർ കൂടി ചേരുകയാണ്. എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത്? കൺസ്യൂമർ ഫെഡുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ജീവനക്കാരനാണ് ഞാൻ കൺസ്യൂമർ ഫെഡിന്റെ അസിസ്റ്റന്റ് റീജിയൽ മാനേജറാണ്. ഞാൻ ഉദ്യോഗസ്ഥന്മാർ വിളിച്ചിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഫയർഫോഴ്സ് വണ്ടിയുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. പുള്ളിനെ അനുനയിപ്പിച്ച് ഇറക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് ഒരു 2-3 ആഴ്ച മുമ്പ് ഈ കടയിൽ ഞങ്ങൾ ഈ റെൻറ്റിനാണ് ഈ സ്ഥാപനം കൊടുത്തിരിക്കുന്നത്. ഒരു സൊസൈറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ സൊസൈറ്റി ഒരു മേഡത്തിന് റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അവരുടെ അവിടുത്തെ ഡെയിലി വേസ് അല്ല, അവിടുത്തെ ജീവനക്കാരനായിരുന്നു. പുള്ളിയുടെ പെരുമാറ്റവും പുള്ളിയുടെ അവിടുത്തെ എല്ലാം കണ്ട് അവർ പിരിച്ചുവിട്ടു. കാരണം പുള്ളി നിരവധി ക്രിമിനൽ കേസിൽ പ്രതി എന്നാണ് അറിയപ്പെടുന്നത്. പുള്ളി കാപ്പ കേസിൽ പ്രതി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവർക്ക് അവിടെ നിർത്താൻ പറ്റിയില്ല. ആ പറഞ്ഞു വിട്ടതിന് ശേഷം പുള്ളി ഒരാഴ്ചക്കാലമായിട്ട് ഈ സ്ഥാപനത്തിലും ഇവിടെ മരങ്ങളുടെ മേളിൽ കയറി ആത്മഹത്യ ഭീഷണി മുഴക്കി അവരെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഞങ്ങളും പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് ഈ വ്യക്തിയാണ് നിരന്തരം ഒരാഴ്ച കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളുടെ ബിസിനസ്സിൽ തന്നെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ശക്തമായ നടപടി തന്നെ വേണം. ഇത്തരക്കാരെ ഇവിടെ പുറത്തിറക്കി വിട്ടിട്ട് കാര്യമില്ല. കൺസ്യൂമർ ഫെഡിൻ്റെ ജീവനക്കാരനെ അല്ല. ഞങ്ങൾക്ക് ഇതിനകത്ത് ഇദ്ദേഹമായിട്ട് യാതൊരു ബന്ധവുമില്ല. എലിവിഷം കഴിച്ചിരുന്നു എന്നാണല്ലോ പറയുന്നത്. മാഡം, ഞാൻ വന്നപ്പോൾ ഫയർഫോഴ്സും ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഞാൻ വിളിച്ചിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ വന്നത്. അവർ കൊണ്ടുപോയി. എന്താണെന്നുള്ളത് അറിയില്ല. പുള്ളി കഴിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. തീർച്ചയായും വിഷ്ണു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതെന്നുള്ളതാണ്. ഇത് വിദേശ മദ്യ ഷോപ്പിൻ്റെ കൺസ്യൂമർ ഫെഡിൻ്റെ സ്ഥാപനമാണ് തൊട്ട് പിന്നിലായി പ്രവർത്തിക്കുന്നത്. പക്ഷേ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളല്ല വിനീത്. അതിൻ്റെ തൊട്ട് സമീപത്തുള്ള ഈ കെട്ടിടത്തിൽ കഫേ വൈബ് എന്ന കെട്ടിടം അത് വാടകയ്ക്ക് നൽകിയിരിക്കുന്നതാണ്. ആ കെട്ടിടത്തിലെ ജീവനക്കാരനായ വിനീതാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതെന്നുള്ളതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ആഴ്ച തന്നെ വിനീത് ഇതേ രീതിയിൽ തന്നെ സെക്രട്ടറിയേറ്റിന് സമീപത്തുള്ള മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. അന്ന് സമീപത്തുള്ള കടക്കാരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും ഇടപെട്ടുകൊണ്ട് അനുനയിപ്പിച്ചുകൊണ്ടാണ് താഴേക്ക് ഇറക്കിയത്. അന്ന് സമീപത്തെ കടയിലുള്ളവരൊക്കെ സാമ്പത്തികമായി സഹായിക്കുന്ന തരത്തിൽ തുകയൊക്കെ നൽകിയതായി നമ്മൾ അന്ന് കണ്ടതാണ്. അതിന് പിന്നാലെയാണ് വീണ്ടും ആത്മഹത്യാ ഭീഷണി മുഴക്കിക്കൊണ്ട് എന്തായാലും ഒരു യുവാവ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ന് എലിവിഷം കൂടി കഴിച്ചിട്ടതിന് ശേഷമാണ് ഈ കെട്ടിടത്തിന് മുകളിൽ കയറി ഇത്തരത്തിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന തരത്തിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. എന്തായാലും യുവാവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഈ ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൺസ്യൂമർ ഫെഡുമായിട്ട് യാതൊരുവിധ ധാരണയും സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. എന്തായാലും ഇത്തരത്തിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നവർ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രവണത കാണിക്കുന്നവർക്ക് കൃത്യമായി ആരോഗ്യ പരിപാലനം അല്ലെങ്കിൽ കൗൺസിലിംഗ് അടക്കം വിധേയമാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഈ സെക്രട്ടറിയേറ്റിന്റെ പരിസരത്ത് തന്നെ നടക്കുന്ന ഈ യുവാവിന്റെ രണ്ടാമത്തെ ആത്മഹത്യാ പ്രവണതയാണ്, ആത്മഹത്യാ ഭീഷണിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിഷ്ണു, ശരി. MS വീണയാണ് വിവരങ്ങൾ നൽകിയത്.